താരപ്പകിട്ടിലേക്ക് സ്വാഗതം. താരപ്പകിട്ട് 100ാം എപ്പിസോഡ് ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. മലയാളികളുടെ ഓൾ ടൈം ഫേവറേറ്റ് ഡയറക്ടർ, മലയാളത്തിലെ പ്രശസ്തനായ സംവിധായകൻ കമൽ സാറിനോടൊപ്പം. ഈ 100ാം എപ്പിസോഡിൽ സാറിനെ കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാൻ ഒരുപാട് കാലങ്ങൾക്കകലെ പോവുകയാണ്. എപ്പോഴും ഞാൻ വിചാരിക്കും, സാറിൻ്റെ സിനിമകൾ എന്നും കണ്ടു പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴും കുട്ടിക്കാലത്ത് കണ്ട സിനിമകൾ, ഞാൻ ആദ്യം നാട്ടുമ്പുറത്തൊന്നും ഒരിക്കലും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റില്ല. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളൊക്കെ അത്തരത്തിലൊക്കെ പോയി കണ്ട സിനിമയാണ്. അന്ന് സാറിനൊരു സിനിമ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആ കാലങ്ങളിൽ? ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് കുട്ടിക്കാലത്ത് ഇതേപോലെ നമ്മുടെ നാട്ടുമ്പുറത്തുള്ള തിയേറ്ററുകളിൽ സിനിമ കാണുക എന്നുള്ളത് മാത്രമാണ്. അതും മാസത്തിലൊരിക്കലൊക്കെ, ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴൊക്കെയാണ് സിനിമ കാണുക. അല്ലാണ്ട് വേറെ യാതൊരു മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് സിനിമ സ്വപ്നമായിട്ട് കൊണ്ട് കിടക്കുക തന്നെയായിരുന്നു. വല്ലപ്പോഴും ഇപ്പോൾ എൻ്റെ നാട്ടിൽ കൊടുങ്ങല്ലൂരാണ് എൻ്റെ വീട്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ദൂരെ ആണ് മതില എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. അപ്പോൾ റിലീസ് പടം കാണണമെന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ വരണം. അന്ന് കാളീശ്വരി എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ മാത്രമേ ഉള്ളൂ, അവിടെ മാത്രം റിലീസ് വരും. അപ്പോൾ അതൊരു വലിയ ആവേശമാണ്. ഒരു റിലീസ് പടങ്ങൾ വരും, പ്രത്യേകിച്ചും ഉദയയുടെയും മെരിലാൻഡിൻ്റെയും ഒക്കെ പടങ്ങളാണ് റിലീസ് വരുന്നത്. അതെ, ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ മിക്കവാറും ഓണം, വിഷു, വിശേഷ അവസരങ്ങളിലാണ് റിലീസ് വരിക. അല്ലാത്ത ചിലപ്പോൾ സെക്കൻഡ് റൺ പടങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ അന്നത്തെ പ്രത്യേകത, റിലീസ് പടങ്ങൾ വരും, പിന്നീട് ബി ക്ലാസ്സിൽ വരും, പിന്നെ സി ക്ലാസ്സിൽ വരും. ഇപ്പം ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ സി ക്ലാസ് തിയേറ്ററാണ്. അപ്പോൾ സി ക്ലാസ് തിയേറ്ററിൽ സൈക്കിളൊക്കെ ചവിട്ടി വീട്ടിൽ നിന്ന് പോയി തറയിലിരുന്ന് കണ്ട് ഉള്ളൊരു അനുഭവമുണ്ട്. കുട്ടിക്കാലത്തൊക്കെ നമുക്ക് അപ്പോൾ ബാൽക്കണിയിലും മറ്റേതിലൊന്നും വീട്ടിൽ നിന്ന് പൈസ തരില്ല. അപ്പോൾ പിള്ളേർ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോഴേ നമുക്ക് തറ ടിക്കറ്റിൽ ഇരിക്കാൻ പറ്റുള്ളൂ. നിലത്ത് മണ്ണിലിരുന്ന് സിനിമ കണ്ട് ഉള്ളൊരു അനുഭവമുള്ള ആളാണ് നമ്മൾ. അവിടെ നിന്ന് ഇപ്പോൾ മൾട്ടിപ്ലക്സിലിരുന്ന് സിനിമ കാണുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം വളരെയധികം ഉണ്ട്. പക്ഷെ അന്ന് ഭയങ്കര പാഷനായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അന്ന് അങ്ങനെ ഒരു സിനിമ കാണാമെന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. സാറിൻ്റെ മോനും താരപ്പകിട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നു, അച്ഛൻ എത്രത്തോളം പോക്കറ്റ് മണി തരുന്നു? വിദേശത്ത് പഠിച്ചു, അച്ഛൻ തരും എന്നൊക്കെ പറഞ്ഞു. അപ്പം സാറിന് ഈ പോക്കറ്റ് മണിയൊക്കെ എത്രത്തോളം കിട്ടുമായിരുന്നു അന്ന്? അന്ന് അങ്ങനെ കിട്ടില്ലായിരുന്നു. കാരണം പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഇല്ല. കാരണം പണം എന്തിനാണെന്നുള്ളതാണ് വീട്ടിൽ നിന്ന് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഭക്ഷണം തരുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, പിന്നെ പൈസ എന്ത് വല്ല മിഠായി വാങ്ങിക്കാനെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 10 പൈസയൊക്കെയാണ് പോക്കറ്റ് മണി വില ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ സിനിമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര നിയന്ത്രണമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ മദർ ഭയങ്കരമായിട്ട് സിനിമാ പ്രേമിയായിരുന്നു. അതിന് കാരണം വെച്ചാൽ എൻ്റെ മദറിൻ്റെ വീട്ടിൽ കുറേ സിനിമ ബന്ധങ്ങളുണ്ടായിരുന്നു. ഒന്ന് ബഹദൂർ എൻ്റെ മദറിൻ്റെ കുടുംബത്തിൽ നിന്നാണ്. പിന്നെ മൊയ്തു പടിയത്ത് എന്ന് പറഞ്ഞിട്ട് റൈറ്ററാണ്, പഴയകാലത്തെ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ആയിരുന്നു. അതെൻ്റെ അങ്കിളാണ്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ സിനിമയിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫാമിലി, കുറച്ച് മദറിൻ്റെ ഫാമിലി സിനിമയായിട്ടൊരു ബന്ധവും അവിടെയൊക്കെ ഞങ്ങളുടെ പ്രദേശത്ത് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം. അപ്പോൾ സാറിന് ഇതാണോ, ഈ ബന്ധങ്ങളുണ്ടോ എന്നുള്ളതാണോ ആകർഷിച്ചതും സിനിമയിലോട്ട് ആദ്യം? ചിലപ്പോൾ അതായിരിക്കാം. കാരണം ബഹദൂർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബക്കാരനായതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഒരു സിനിമ നടനുണ്ടെന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു കാരണമായിരിക്കാം. സിനിമ എന്ന ആ ഒരു ഇതിലേക്ക് നമുക്കൊരു സങ്കല്പം ഉണ്ടാകാനുള്ളൊരു കാരണം അത് തന്നെ ആയിരിക്കാം. എൻ്റെ കരിയർ, ഞാൻ സിനിമയിലേക്കാണെന്ന് സാർ മനസ്സിൽ എന്നാണ് ഉറപ്പിച്ചൊരു കാലം? അത് കോളേജിലെത്തിയപ്പോഴാണ്, ഒരു പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ അപ്പോഴേക്കും നമുക്ക് കുറച്ച് പരിചിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തി. കോളേജിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ കുറച്ച് ഗൗരവത്തോടുകൂടി സിനിമ കാണാൻ തുടങ്ങി. നമ്മുടെ സുഹൃത്തുക്കളും ആൾക്കാരൊക്കെ പറഞ്ഞിട്ട്, നമ്മൾ അതിനു മുമ്പ് പ്രേം നസീറിൻ്റെ സത്യൻ്റെയൊക്കെ സിനിമ മാത്രം കാണുള്ളായിരുന്നു, MGRൻ്റെ സിനിമ, അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ. പിന്നെ കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അതല്ലാത്ത സിനിമകളുണ്ട് എന്നുള്ള നമ്മൾ കേൾക്കാൻ തുടങ്ങിയതും കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ മീഡിയം നമുക്ക് പറ്റുന്നതാണെന്നൊരു ആഗ്രഹം ആ ഒരു കാലഘട്ടത്തിലാണ് തോന്നിയത്. പിന്നെ എടുത്തുചാട്ടമായിരുന്നു, എല്ലാം എടുത്തുചാട്ടം. ഈ എടുത്തുചാട്ടത്തിൽ സാറിന് ആദ്യത്തെ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഫീലിംഗ്, ടെൻഷൻ ഉണ്ടായിരുന്നു? ഡയറക്റ്റ് ചെയ്യുമ്പോഴോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, അതുണ്ടാവുമല്ലോ. കാരണം അന്ന് അറിയില്ല നമുക്ക് എന്ന് വെച്ചാൽ ഈ എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്ന് വെച്ചാൽ. കുറേ കാലം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തു, പല സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തു, അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തു, അതിൻ്റെ കഥകൾ എഴുതി ചില പടങ്ങൾക്ക്. ഇങ്ങനെയൊക്കെ വന്ന് സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്, ഏത് തരം സിനിമ എന്നുള്ളത് കറക്റ്റായിട്ടൊരു എൻ്റേതായ സിനിമ എന്നുള്ളൊരു സങ്കല്പമായിരുന്നില്ല അന്ന്. ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ആദ്യം എത്തിയത്. അത് ആദ്യം ആലോചിച്ചു, അതെല്ലാം ഒരു ഇതായി വന്നു കഴിഞ്ഞപ്പോൾ അത് നടക്കാതെ പോയി. അതിൽ നിരാശയുണ്ടായി. പിന്നെയും 1-2 ശ്രമങ്ങൾ നടത്തിയിട്ട് അതിനോടൊത്തും അങ്ങ് പോകും.
പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്കൊരു സിനിമ, ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യാൻ കിട്ടുന്നത്. ആ ഡിസ്കഷനൊക്കെ എങ്ങനെയായിരുന്നു സർ ആദ്യത്തെ? അത് എനിക്ക് തോന്നുന്ന ഒരു നിമിത്തമാണ്, എനിക്കിപ്പോഴും അറിയില്ല. കാരണം എനിക്ക് പരിചയമുള്ള, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികളൊക്കെ കുറേ ഉണ്ട്. ഇപ്പോൾ സെഞ്ച്വറി അതുപോലുള്ള കമ്പനികളുടെയൊക്കെ പടങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊന്നും എന്നൊരു സിനിമ സംവിധാനം ചെയ്യാൻ വിളിച്ചിട്ടില്ല. എന്നെ ആദ്യം സംവിധാനം ചെയ്യാൻ വിളിക്കുന്നത് ഒരു പരിചയം എനിക്കില്ലാത്ത, എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു തമിഴ് നിർമ്മാതാവാണ്. അതാണ് എൻ്റെ അത്ഭുതം. അത് ജോൺ പോൾ എൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ്. അത് ആർ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ മലയാളത്തിൽ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. പുതിയ സംവിധായകനെ കൊണ്ട് ഒരു പടം ചെയ്യിക്കാനായിട്ട് തീരുമാനിച്ചു. അതിനു മുമ്പ് കൊച്ചിൻ അനീഫ ഒരു പടം ഡയറക്റ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ. അനീഫയൊക്കെ ആയിട്ട് വളരെ അടുപ്പുണ്ടായിരുന്നു അദ്ദേഹം. അതിനുശേഷം അസോസിയേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സംവിധായകനെ കൊണ്ട് പടം ചെയ്യിക്കാമെന്ന് ജോൺ പോളിൻ്റെ അടുത്ത് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആരെങ്കിലും പേര് പറയാൻ പറഞ്ഞു. 3 പേരുടെ പേരാണ് അദ്ദേഹം പറഞ്ഞത്, ജോൺ പോൾ പറഞ്ഞത്. ഒന്ന് ഞാനും, ഒന്ന് കെ മധുവും, പിന്നെ അനിൽ, ദൗത്യം എന്ന് പറഞ്ഞ സിനിമയിൽ അനിലുമായിരുന്നു. 3 പേരുടെ പേരാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ 3 പേരും അസോസിയേറ്റ്സാണ്. പിന്നെ ആർ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ കക്ഷി അന്നത്തെ എന്തോ ഒരു അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് എറണാകുളത്ത് കോര എന്ന് പറഞ്ഞ ഒരാളുടെ ചീട്ടിടുന്നൊരു കോര. അന്ന് ആ കാലത്ത് സിനിമയിൽ എല്ലാവരും ഒരു വിശ്വാസമായിരുന്നു. എനിക്കിതില്ല, എനിക്കിപ്പോഴും വിശ്വാസമില്ല അതിലൊന്നും. എനിക്കറിയില്ല, കോരനായിട്ട് എനിക്ക് അങ്ങനെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് എന്നെ അറിയില്ലായിരുന്നു ആ സമയത്തൊന്നും. ആർ ശ്രീനിവാസൻ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസം, പ്രത്യേകിച്ച് തമിഴ് കൾച്ചറിൽ നിന്നൊക്കെ വന്ന ആൾക്കാരുടെ ഭയങ്കര വിശ്വാസവും. ഞങ്ങളുടെ 3 പേരുടെ പേര് ഇട്ട്, ഞങ്ങളെ 3 പേരെ അദ്ദേഹം കണ്ടിട്ടില്ല, ഞങ്ങളെ 3 പേരെ അദ്ദേഹത്തിന് അറിയില്ല. എന്നാലും ജോൺ പോളിന്റെ നിർദ്ദേശപ്രകാരം ചീട്ടിട്ടപ്പോൾ എൻ്റെ പേരാണ് വീണത്. അറിയാതെ ഞാൻ പറഞ്ഞത് വിശ്വാസമല്ല, എനിക്കറിയില്ല, അതൊരു നിമിത്തമായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഈ ഇദ്ദേഹം എന്നെ കാണണം എന്ന് പറഞ്ഞ് ജോൺ പോളിനോട് പറഞ്ഞു. ഞാനന്ന് പൊന്നാനിയിൽ എൻ്റെ വൈഫിന് കോളേജിൽ ജോലി കിട്ടിയിട്ട് ഞങ്ങൾ പൊന്നാനിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കുകയാണ്. ജനൂസ് അന്ന് ജനിച്ചിട്ടുണ്ട്, ആ സമയമാണ്. അപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഫോൺ വന്നു ജോൺ പോളിൻ്റെ, അർജൻറ്റായിട്ട് നാളെ ഉച്ചയ്ക്ക് മുമ്പ് എറണാകുളത്ത് എത്താൻ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് രാവിലെ എത്താൻ പറ്റില്ല, ഇന്നത്തെ മാതിരിയുള്ള പെട്ടെന്ന് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പൊന്നാനിയിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് എറണാകുളത്ത് എത്തിയപ്പോഴേക്കും ഇദ്ദേഹം കുറേ നേരം എന്നെ കാത്തു നിന്നിട്ട് അദ്ദേഹം ഫ്ലൈറ്റിൽ കയറി പോയി. അദ്ദേഹത്തിന് മദ്രാസിൽ എത്തേണ്ട അർജൻറ്റ് ഇതുണ്ടായിരുന്നു. അങ്ങനെ ജോൺ പോൾ എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് നടക്കില്ല എന്നുള്ള രീതിയിൽ അങ്ങ് വിടുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ്, അതിനുശേഷം അദ്ദേഹം കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇദ്ദേഹം ബോട്ട് അപകടത്തിൽ മരിക്കുകയാണ് കോട്ടയത്ത് കുമരകത്ത് വെച്ചിട്ട്. സെൻട്രൽ പിക്ചേഴ്സിൻ്റെ അവരൊക്കെ ആയിട്ട് ഇദ്ദേഹം എന്തോ, സെൻട്രൽ പിക്ചേഴ്സാണ് ഇദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ, അവിടെ വന്ന് ബോട്ട് അപകടത്തിൽ ഇദ്ദേഹം മരിച്ചു. അപകടം പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ പ്രോജക്റ്റ് ഇനി നടക്കില്ല, കാരണം അദ്ദേഹം കണ്ടിട്ടില്ല. ഞാനത് ഉപേക്ഷിച്ചു, ഞാൻ വേറെ പടം വർക്ക് ചെയ്യാൻ പോയി അസിസ്റ്റൻ്റായിട്ട്. നേരത്തെ പറഞ്ഞ ഷീട്ട് അത് നടക്കാണ്ട് തന്നെ പറഞ്ഞ സമയത്ത് ഒരു 8-10 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ദിവസം പെട്ടെന്ന് ജോൺ പോൾ എന്നെ വിളിച്ചിട്ട് മദ്രാസിലേക്ക് വരാൻ പറഞ്ഞിട്ട് ടെലഗ്രാം വരികയാണ് എനിക്ക്. അപ്പോൾ ജോൺ പോൾ അന്ന് എൻ്റെ ഒരു മെൻറ്റർ മാതിരി ഒരാളാണ്. അപ്പോൾ ഞാൻ ജോൺ പോളിൻ്റെ ടെലഗ്രാം കിട്ടിയപ്പോൾ ഞാൻ മദ്രാസിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ജോൺ പോൾ 2 ചെറുപ്പക്കാരെന്നെ പരിചയപ്പെടുത്തി. എൻ്റെ ഏകദേശം അതേ ഏജുള്ള 2 പിള്ളേർ. ഇത് ആർ ശ്രീനിവാസൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട്, ശിവപ്രസാദ്, രവിപ്രസാദ് എന്ന് പറഞ്ഞിട്ട് 2 പേര്. അച്ഛൻ ചെയ്യാൻ ആഗ്രഹിച്ച് പെട്ടെന്ന് മരിച്ചുപോയില്ല. അപ്പോൾ ആ പ്രോജക്റ്റ് ഇവരുടെ പിള്ളേരുടെ ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ തിരഞ്ഞെടുത്ത സംവിധായകനെ തന്നെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ വീണ്ടും അങ്ങനെയാണ് ഞാൻ ആ സിനിമ സംവിധാനം ചെയ്തത്. അങ്ങനെയാണ് അത് സംഭവിച്ചത്. നേരത്തെ പറഞ്ഞു പൊന്നാനിയിലായിരുന്നപ്പോഴാണ് വൈഫിന് ജോലി കിട്ടിയതെന്ന്. ഞാൻ വിചാരിച്ചു കല്യാണത്തിന് മുമ്പ് ജോലി ഉണ്ട്. അല്ല, ഞങ്ങൾ കല്യാണം കഴിച്ച് അല്ല ജോലി ഉണ്ടായിരുന്നു, അത് ടെമ്പററി ആയിരുന്നു. ലീവ് വേക്കൻസിയിൽ കയറിയതാണ് വൈഫ്. അപ്പോൾ ലീവ് വേക്കൻസി കയറിയ സമയത്താണ്. അന്നത്തെ കാലത്ത് സിനിമ എന്ന് പറയുന്ന പ്രവർത്തകർക്ക് കല്യാണാലോചന എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്കധികം ബുദ്ധിമുട്ടുണ്ടൊന്നുമില്ല, കാരണം എൻ്റെ അമ്മാവൻ്റെ മകളായിരുന്നു, അതുകൊണ്ടൊന്നും സംഭവിച്ചു പോയതാണ്. അല്ലെങ്കിൽ എനിക്ക് പെണ്ണിട്ടില്ലായിരുന്നു. അമ്മാവൻ്റെ മകളായിരുന്നു. ഈ കുട്ടിക്കാലം മുതൽ അറിയുന്നതാണ്. പിന്നെ എന്നെ അറിയാമായിരുന്നു അവർക്ക്. എൻ്റെ അങ്കിളിനൊക്കെ തന്നെ എന്നൊരു വലിയ വിശ്വാസം, അദ്ദേഹത്തിന് എന്നിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ രക്ഷപ്പെടും എന്നുള്ള എന്തോ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു തോന്നലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മകളെ എന്നെ ഏൽപ്പിച്ചു തരാനായിട്ട്. പക്ഷേ ഞാൻ സംവിധായകനാകുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അതൊരു വലിയ വേദനയായിരുന്നു, കാരണം ഞാൻ സംവിധായകനായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല എന്നെ. അപ്പോൾ അതുകൊണ്ട് കല്യാണം അങ്ങ് നടന്നു. പിന്നെ ഞങ്ങൾ പൊന്നാനിയിൽ താമസിച്ചു കുറേ കാലം. ജനൂസ് താരപ്പകറ്റിൽ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊക്കെ സിനിമക്കാരാണെങ്കിലും ഏറ്റവും നന്നായിട്ട് സിനിമ ആസ്വദിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ഉമ്മച്ചിയാണെന്ന്. എത്രത്തോളം സിനിമ ഡിസ്കഷൻസ് വീട്ടിൽ വരും? വീട്ടിൽ ഞാനും ജനൂസും ഇങ്ങനെ എപ്പോഴും സിനിമയെക്കുറിച്ച് പറയാറുണ്ട്. അത് മുമ്പും അവൻ സിനിമയിൽ വരുന്നതിന് മുമ്പും സിനിമയുടെ കാര്യങ്ങൾ അവനും വലിയ താല്പര്യമുണ്ട്, ഇങ്ങനെ സംസാരിക്കും. ഞാനിപ്പോൾ ഒരു മുമ്പൊക്കെ ജനൂസൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത്
ഞാൻ ഒരു സിനിമ തുടങ്ങാനായിട്ട് തീരുമാനിച്ച് അതിൻ്റെ കഥയൊക്കെ ഡിസ്കഷൻ ആയി കഴിഞ്ഞാൽ ആദ്യം വൈഫിനെ വിളിച്ച് കഥ പറയും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ കഥ പറച്ചിലൊരു ഇതാണ്. അപ്പോൾ ഞാൻ ന്യൂസൊക്കെ അടുത്തിരിക്കാറുണ്ട് ചിലപ്പോൾ തുടങ്ങാൻ പോണ പടത്തിൻ്റെ കഥ. അപ്പോൾ വൈഫ് അത് കേട്ടിരിക്കും. പിന്നെ ചില സെഷൻസ് എന്ന് വെച്ചാൽ അങ്ങനെ സ്ക്രിപ്റ്റിൽ കയറുന്ന സെഷൻ പറയില്ല, അങ്ങനെ സിനിമ ചെയ്യണോ വേണ്ടതെന്നൊക്കെ ഒരു ഇത് പറയാമെന്ന് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ സിനിമ കണ്ടു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ മോശം എന്ന് എൻ്റെ അടുത്ത് പറയും. അതിനകത്ത് യാതൊരു സംശയമില്ല. എന്തും മോശം സിനിമയിൽ സംവിധാനം ചെയ്തേക്കണമെന്ന് ചോദിക്കും വൈഫ്. ആ കാര്യത്തിൽ യാതൊരു ഇതുമില്ല, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. അങ്ങനെ മോശമെന്ന് പറഞ്ഞത് സാറിന് വിഷമമായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അപ്പം ഞാൻ തർക്കിക്കും, കുറേ നേരം തർക്കിക്കും വൈഫിൻ്റെ അടുത്ത്. അതെങ്ങനെ മോശം, അതങ്ങനെയല്ല ഇതെങ്ങനെയല്ല. കുറേ കഴിയുമ്പോൾ ഞാൻ അത് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വൈഫ് പറയാം. എന്നാൽ വേണ്ട മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ തർക്കിക്കും. ഇന്ന് സിനിമകളെന്ന് പറഞ്ഞാൽ കോടികളാണ്. സാർ ആദ്യ സിനിമകൾക്ക് ഉണ്ണികളെ ഒരു കഥ പറയാം, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, ആ സിനിമകളൊക്കെ ചെയ്തിരുന്ന ഒരു കാലത്ത് എത്രത്തോളമായിരുന്നു ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് സാർ, എങ്ങനെയാണ് പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യുന്നത്? എനിക്ക് ആദ്യത്തെ കുറച്ച് സിനിമകൾ സത്യത്തിൽ അങ്ങനെ എനിക്ക് പ്രൊഡ്യൂസറെ ഇത്ര ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കൺവിൻസ് ചെയ്തിട്ട് സിനിമ ചെയ്യേണ്ടി വന്നിട്ടില്ല, ഇതുവരെയും ചെയ്യേണ്ടി വന്നിട്ടില്ല. സത്യമാണത്. അതങ്ങനെ ഭാഗ്യം കൊണ്ട് സംഭവിച്ചാണ്. ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ആദ്യകാലത്ത് നമുക്ക് കുറച്ച് കയറി വരാനൊരു ഇല്ല. പക്ഷേ എനിക്ക് പക്ഷേ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം മെഴുതേർപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ വന്ന് അദ്ദേഹം ബഡ്ജറ്റിൻ്റെ കാര്യം ഒന്നും പറഞ്ഞില്ല, പടം ചെയ്യാൻ പറഞ്ഞ് അവർ തന്നെ ബഡ്ജറ്റ് ഇട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇത്ര ഉറുപ്പികൾ പണം തീർക്കാമെന്ന് പറഞ്ഞ്. രണ്ടാമത്തെ സിനിമ ഞാൻ ചെയ്യുന്നത് മോഹൻലാലും കൊച്ചുമോനും കൂടി പ്രൊഡ്യൂസ് ചെയ്തതാണ്, സെഞ്ചുറി ഫിലിംസിൻ്റെ വെച്ച്. അപ്പോൾ എന്നോട് ബഡ്ജറ്റ് ഇടണമെന്നും അവർ പറഞ്ഞിട്ടില്ല, എത്ര പൈസക്ക് ഇത് പടം തീർക്കണമെന്ന് അതിൽ തീർക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ സബ്ജക്റ്റ് പറഞ്ഞു, അതിന് പറ്റുന്ന കോസ്റ്റ്. പിന്നെ കൊച്ചുമോൻ ഇടയ്ക്ക് പറയുമായിരുന്നു നമുക്ക് അധികം കോസ്റ്റ് ആവരുത്, അത് അത് സ്വാഭാവികമായിട്ട് പ്രൊഡ്യൂസർ പറയേണ്ടതാണ്. മോഹൻലാൽ പക്ഷെ ഒന്നിലും ഇടപെട്ടില്ല. ലാൽ 2 പടം ലാൽ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്, ഒന്നിലും ഇടപെട്ടില്ല. അല്ലാണ്ട് ഇത്ര റുപ്യക്ക് പണം തീർക്കണമെന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കറിയാവുന്ന ഒരു ഇതനുസരിച്ച് ഉണ്ണികളെ ഒരു കഥ പറയാൻ വന്ന് 26 ലക്ഷം റുപ്യക്കാണ് അതിൻ്റെ പടത്തിൻ്റെ ഫസ്റ്റ് കോപ്പി മൊത്തം. മോഹൻലാലിൻ്റെ റെമ്യൂണറേഷൻ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയാണെങ്കിൽ പോലും അദ്ദേഹം റെമ്യൂണറേഷൻ്റെ കിട്ടാനുള്ള ബഡ്ജറ്റ് ഇടും. അതെല്ലാം കണക്കാക്കിയിട്ട് 26 ലക്ഷം റുപ്യയാണെന്ന് കൊച്ചുമോൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് അതായിരുന്നു ബഡ്ജറ്റ് ഒരു മലയാള സിനിമയുടെ. ആ സമയത്ത് എല്ലാ പടങ്ങൾക്കും അങ്ങനെ ഇടാം. അന്ന് 50 ലക്ഷത്തിൻ്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. എനിക്ക് തോന്നുന്നു ന്യൂഡൽഹി വരെയും അത്ര ആയിട്ടില്ല എന്ന് തോന്നുന്നു, 50 ആയിട്ടുണ്ടാവുള്ളൂ. അന്നൊക്കെ വലിയ പടമാണത് ന്യൂഡൽഹിയൊക്കെ. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളൊക്കെ ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു സാർ? പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ഷൊർണൂരാണ്. ഷൊർണൂർ, ഒറ്റപ്പാലം ആ ഭാഗങ്ങളിലാണ്. അന്ന് ഇത്രയും പെരുവണ്ണാരൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സിനിമകളൊന്നും ഒറ്റപ്പാലത്തൊന്നും ഇല്ല. അന്ന് വരിക്കാശ്ശേരി വരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ പെരുവണ്ണാരത്തെ വിശേഷം ചെയ്യുമ്പോൾ അന്ന് വേറൊരു മനയിലാണ്, കുന്നത്ത് വീട് എന്ന് പറഞ്ഞിട്ട് വീട്ടിലാണ് പ്രധാനമായിട്ട് ഷൂട്ടിംഗ് കിടക്കുന്നത്. ആ വീട്ടിലാണ് പെരുവണ്ണാരത്തെ വിശേഷം. എനിക്ക് പെരുവണ്ണാപുരത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിൻപുറത്താണ് വളർന്നത്. അപ്പോൾ ഒരിക്കലും തിയേറ്ററിൽ പോയി സിനിമ കാണാനൊന്നും അങ്ങനെ ആരും സമ്മതിക്കുകയില്ല. വല്ല ഓണം വിഷു ഒക്കെയാണ്. അപ്പം എൻ്റെ ചെറിയമ്മയുടെ വീടിൻ്റെ അടുത്ത് തിയേറ്ററുണ്ട്. അങ്ങനെ പെരുവണ്ണാപുരത്തെ വിശേഷം അവിടെ പോയാണ് കണ്ടത്. ഇന്നും എനിക്ക് സീൻ ടു സീൻ എന്താണെന്ന് ചോദിച്ചാൽ അറിയാം. അതാണ് കുട്ടിക്കാലത്ത് നമ്മൾ വളരെ കാര്യമായിട്ടിരുന്ന സിനിമ കണ്ട ഇന്നും എനിക്ക് അത് അത്ര ഓർമ്മയാണ്. അത് ഒരുപാട് സന്തോഷം. കാര്യം അങ്ങനെ സിനിമയൊക്കെ കണ്ട് സാറാണ് മുന്നിലിരിക്കുന്നത്. ഗ്രാമത്തിൽ ജീവിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ആസ്പിറൻറ്റ് ഫിലിം മേക്കർ സാർ ഇപ്പം പറയുന്നതും സാറിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു കഥ ഒരു സിനിമ ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ഞാൻ ഒരുപാട് പേര് പറയുന്നുണ്ട്, എൻ്റെ 3 കഥയുണ്ട് 4 കഥയുണ്ട്, ഞാൻ ഏത് ചെയ്യണം തീരുമാനിച്ചിട്ടില്ല എന്ന്. സാർ ആ സിനിമ ചെയ്യുന്ന ആദ്യ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു സാർ? ഒരു സ്ക്രിപ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യൂ, അതോ സാർ അറ്റ് എ ടൈം അല്ല ഇതൊരു ബാക്കപ്പ് പ്രോജക്റ്റ് അങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു? അന്ന് അങ്ങനെ ആയിരുന്നില്ല ശരിക്കും പറയണമെങ്കിൽ. നമ്മളിപ്പോൾ അന്ന് പ്രോജക്റ്റുകൾ ഇപ്പോൾ പ്രൊഡ്യൂസറായിട്ടിരുന്ന് ആദ്യം തീരുമാനിച്ച് നമ്മളൊരു സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ച് അതിപ്പോൾ ചിലപ്പോൾ ഒരു സ്റ്റാറിനെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആലോചിച്ചിട്ടുണ്ടാവില്ല. അതിനുശേഷം ഒരു റൈറ്ററായിട്ട് ഞങ്ങളിരുന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ വരുന്ന കുറേ കഥകൾ പറഞ്ഞ് ഇംപ്രവൈസ് ചെയ്ത് എന്നിട്ട് അവസാനം ഒരു കഥയിൽ ലാൻഡ് ചെയ്യണം. അപ്പോൾ 2-3 കഥയും സ്ക്രിപ്റ്റും കൊണ്ട് നടക്കില്ല. നമ്മളിപ്പോൾ ഒരു 10-15 കഥകൾ ആലോചിച്ച് ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ കുറേ ഒരെണ്ണം ചിലപ്പോൾ കുറേ ദൂരം മുന്നോട്ട് പോയിട്ട് അത് വേണ്ട നമുക്ക് വേറെ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്ന് പിരിഞ്ഞ് വീണ്ടും ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ ഈ തിരക്കഥാകൃത്തിൻ്റെ കൂടി ഇരുന്ന് പിന്നെ കുറേ ദിവസം ഇരിക്കുമ്പോൾ ഒരു കഥ കൃത്യമായിട്ട് കിട്ടി. അപ്പോൾ അത് തെറ്റാണോ ഇത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരെ സംബന്ധിച്ചോളം അവർക്ക് കഥയുണ്ടെങ്കിൽ മാത്രമേ ഒരു ആക്ടറെ ഡേറ്റ് കിട്ടുള്ളൂ, അതല്ലെങ്കിൽ കഥയുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൊഡ്യൂസർ കിട്ടുള്ളൂ. അത് എൻ്റെ കഥയുണ്ട്, 2-3 കഥയുണ്ട്, ഇതേ കഥ പറയാമെന്ന് പറഞ്ഞിട്ട്
ഒരു പ്രൊഡ്യൂസറെ എടുത്ത് തന്ന പ്രൊഡ്യൂസർ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ടറെ എടുത്ത് കഥ പറയും, ആ ആക്ടർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് ഈ സിനിമ ഞാൻ ചെയ്തോളാം എന്ന് പറയും.